So dear parents, here is our 4th standard, grade 4 students ആണ്. ഇൻഷാല്ലാ നമ്മുടെ അടുത്തുനിന്ന് നെക്സ്റ്റ് ഇയർ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കൊക്കെ പോകാനുള്ളവരാണ്. ഡെയിലി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഹൗ ദേ ഹാവ് ടു പെർഫോം ഇൻ ദയർ നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. വളരെ സങ്കടത്തോടെയും എന്നാലോ വളരെ അഭിമാനത്തോടെയും കൂടിയാണ് ഈ ഒരു ബാച്ചിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ അംബാസഡേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ 17 സ്റ്റുഡൻസ് ആണ്. സോ റിയലി വി അപ്രീഷിയേറ്റ് ഓൾ പാരൻസ്. ഞാൻ നിങ്ങളോട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ താങ്ക്സ് പറയുന്നു കഴിഞ്ഞ 7 years ഞങ്ങളെ ഏൽപ്പിച്ച് തന്നതിന്. സോ താങ്ക് യു വൺസ് അഗെയിൻ ഡിയർ. കുട്ടികൾക്കൊക്കെ ഒരുപാട് പറയാനുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് എന്തൊക്കെയോ അവരുടെ പ്ലാനിങ് ഉണ്ട്, പക്ഷെ അതിനൊന്നും നമുക്ക് ടൈമില്ല. ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് കുട്ടികൾക്കൊരു ചാൻസ് കൊടുക്കുന്നില്ല. എന്നാലോ ഒരു പാരൻറ്റ് ലാസ്റ്റ് 7 years ആയിട്ട് നമ്മുടെ ഒരു പാരൻറ്റ് ഒരു 2 minute, ജസ്റ്റ് 2 minute ആ കുട്ടികളുടെ 3 കുട്ടികളുടെ പഠിക്കുന്ന ഒരു പാരൻ്റാണ്. സോ പാരൻറ്റ് ഒന്ന് സംസാരിക്കട്ടെ. പിന്നെ കുട്ടികളുടെ അവർ വന്ന ഒരു മൊമെൻറ്റ്സ് ആണ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്തത് തുടങ്ങിയുള്ള മൊമെൻറ്റ്സ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്നത്. ഈ ഗ്രീൻ കളറിലായിരുന്നു അവരുടെ യൂണിഫോം, ഗ്രീൻ കളർ. ദിസ് ഇസ് സറൂൺ, ആനസ്. ഓർമ്മയുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക്? യെസ്, ദേ ആർ എൻജോയിങ് വെരി വെൽ. ഹംദ, റിസ്ദ, യെസ്. ഇതായിരുന്നു അവരുടെ ഫസ്റ്റ് മൊമെന്റ്സ് വിത്ത് അസ്. നമ്മളോട് കൂടി അവരുടെ മൊമെന്റ്സ് ആയിരുന്നു ഇത്. സോ ഐ തിങ്ക് they feel so happy now. Then so here Leiza's mother, where is Leiza's mother? Leizന്റെ മദർ നിങ്ങളോട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അവരുടെ ഒരു എക്സ്പീരിയൻസ് വളരെ ചെറിയ വാക്കുകളിൽ അവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. മാം പറഞ്ഞു ഞാൻ ലൈസൻ്റെ പാരൻ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റിൽ മാം പറഞ്ഞ പോലെ തന്നെ അന്ന് മാം ഇവിടെ ഇല്ല. അന്ന് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞു മുഹമ്മദ് സാറുണ്ടല്ലോ, അവരായിരുന്നു. സത്യം പറഞ്ഞാൽ മൂസ സലായി സാർ അന്നുണ്ട്, പിന്നെ ബാക്ക് ബോൺ അല്ലേ നമ്മുടെ. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. കാരണം നമ്മളിവിടെ ചേർത്തതിൻ്റെ ഉദ്ദേശം എന്നെപ്പോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശം അതുതന്നെ ആവും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതായത് വിദ്യാഭ്യാസ രീതിയിൽ എന്നല്ല, നമ്മുടെ ആധുനിക കാലത്തുള്ള ഒരു പ്രശ്നം എന്താണ് നമുക്കറിയാം. ഓരോ പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതിനൊക്കെ നമ്മളെങ്ങനെ അതിനെ മാറ്റാം അല്ലെങ്കിൽ എങ്ങനെ നമ്മളതിനെ ഓവർകം ചെയ്യാന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ മതവിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളിൽ കൊടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് ഏത് മതത്തിലുള്ളവരാണ് അവരുടെ വിദ്യാഭ്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം ഈ നമ്മുടെ ഇസ്ലാം മതവിശ്വാസം നമ്മളെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാതെ ഏത് തരത്തിൽ കുട്ടികളിലെ വിദ്യാഭ്യാസ രീതിയിലൂടെ തന്നെ അവരെ മനസ്സിലേക്ക് ആഴങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അത് സത്യം പറഞ്ഞാൽ ഇവിടെ അൽഫിത്രയിലെ 7ാമത്തെ വർഷം കംപ്ലീറ്റ് ചെയ്യുക, അതായത് 4th year. അന്ന് നമ്മൾ 4th അവർ. അന്ന് നമുക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, അന്ന് ഞാൻ മോളെ ചേർത്തിയത് 3:45 പിന്നെ ആ കുട്ടി പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എത്തുന്ന സമയത്ത് 7 വയസ്സാണ്. അപ്പം അപ്പോഴൊക്കെ നമ്മളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാണ്. അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കുട്ടി, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എത്ര പേര് 6 വയസ്സിൽ ഖുർആൻ നോക്കി ഓതിയിട്ടുണ്ടെന്ന്. ഞാൻ ഓതിയിട്ടില്ല. അപ്പോൾ എത്ര പേർക്ക് അറിയായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസം അത് ഏറ്റവും വലിയൊരു മാറ്റം കൊണ്ടുവന്നൊരു സാധനം തന്നെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ട് നമുക്ക് വറീഡ് ആവേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പോഴും ഏത് കാലത്തും നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിച്ച കാര്യം എനിക്ക് എന്തായാലും നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയണം. കാരണം അതുകൊണ്ട് തന്നെ എൻ്റെ ബാക്കി 2 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. grade 1 അതുപോലെ level 1 ഒരാൾ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ
ഏറ്റവും വലിയ ഒരു ലക്ഷ്യം പൂർത്തീകരണം നടന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ വേറൊരു കാര്യം, അപ്പോൾ അതാണ്. അപ്പോൾ വേറൊരു കാര്യം ഇവിടുത്തെ ടീച്ചേഴ്സിനെ കുറിച്ചാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു സക്കീന മാം ആയാലും, പിന്നെ അതുപോലെ പിന്നെ നമ്മുടെ നെയ്സ മാം പോയിന്ന് തോന്നുന്നു, ഞാൻ കണ്ടു, സംസാരിച്ചു. മാം ഇവരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റിലുണ്ടായിരുന്ന ടീച്ചേഴ്സാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ, ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഫിസിക്സിൻ്റെ ഒരു അധ്യാപികയാണ്. പക്ഷേ ഇപ്പോൾ ട്രെയിനിങ് വേറെ പഞ്ചായത്ത് ലെവലിലാണെന്ന് മാത്രം. അപ്പോൾ ടീച്ചറാണ്. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ള ടീച്ചേഴ്സിൽ നമുക്കറിയാം ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ അത്ര സുഖമുള്ള ഏർപ്പാടല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിദ്യാഭ്യാസ ഹൈക്കോടതി പിന്നെ ശമ്പളം കൂട്ടിക്കൊടുക്കാനൊക്കെ പറഞ്ഞു. അത് സത്യം ഉള്ളത് തന്നെയാണ്, കൊടുക്കണം, അവർക്ക് തന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഇത്രയും വടിയെടുക്കാൻ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ 2 കുട്ടികളെ അല്ലെങ്കിൽ ഒരു കുട്ടികളെ നമ്മൾക്ക് കൊണ്ട് നടക്കാനുള്ളൊരു പ്രയാസം. ഇവരൊരു പിന്നെ ഒരു പോസിറ്റീവ് ഞാൻ കണ്ട്, സത്യം പറഞ്ഞ വടി കയ്യിലുണ്ട്. അതെന്തിനാ? ഇവരെ പിന്നെ തെഹജി പറയാൻ വേണ്ടി മാത്രമാണ്. ഇതുകൊണ്ടൊന്ന് അടിക്കെങ്കിലോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറയുകയോ അവർ ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവർ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന രീതി അത് ഇന്നത്തെ ടീച്ചേഴ്സും അതുപോലെ ഫോളോ ചെയ്യുകയാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യം, അത് ഇന്നും ടീച്ചേഴ്സ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നിന്നാലും ഇപ്പോഴുള്ള നമ്മുടെ ഹെഡ് ഉണ്ടല്ലോ, അതിപ്പോൾ നമുക്ക് തന്നെ അറിയാം എത്രയാണെന്നുള്ളത്. കാരണം കുറച്ച് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്, ബാക്കി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, നമുക്കറിയാലോ. ഞാൻ ഇപ്പോൾ പറയണ്ടല്ലോ, കുറച്ച് പറഞ്ഞാൽ മതി, വല്ലാണ്ട് പൊങ്ങുന്നാണ് പറയണത് ആള്. അതുകൊണ്ട് ഞാൻ വല്ലാതെ പറയണില്ല, അത് നേരിട്ട് കൊടുക്കാം അല്ലേ. അപ്പം അത് വലിയൊരു എന്താ പറയുക, ഇത് വലിയൊരു സൂപ്പറാണ്. എന്താണ് ഇത് അപ്പുറം പറയാനുള്ളത്? ഇത്രയും വൈബുള്ള, ഇത്രയും നല്ല ആധുനിക കാലത്ത് അവൻ ചിരിക്കുകയാണ്. കാരണം അവൻ്റെ ലെവലിലേക്ക് ഇറങ്ങിയപ്പോൾ അവൻ ചിരിക്കുകയാണ്. സത്യം, ആധുനിക കാലത്ത് ഇത് മതവിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ഒരു നമ്മുടെ മാനേജ്മെൻറ്റിനോടും ടീച്ചേഴ്സിനോടും അതുപോലെ നമ്മുടെ ഷെറീന മാമിനോട് എസ്പെഷ്യലി ഞാൻ എല്ലാവരുടെ പേരിലും ഞാൻ നന്ദി പറയാണ് മക്കളെ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് കൺഫ്യൂസ്ഡാണ് മാം. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇവളെ ഇനി അടുത്തത് എന്തെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് ബ്ലാങ്കാണ്. എവിടെ ചേർത്തും ഇതിനൊരു കണ്ടിന്യൂഷൻ വേണമല്ലോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ബ്ലാങ്കാണ് എനിക്ക്. കാരണം നമുക്കിത് കഴിഞ്ഞ് ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ എന്ത് എന്നുള്ളത് സത്യം അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുകയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാ മക്കളും ഹൈറായി നല്ല രീതിയിൽ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യ ശുദ്ധിയോടുകൂടി നല്ല രീതിയിൽ വളരട്ടെ. അസ്സലാമു അലൈക്കും.